على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അറാഫിലെ 59-ാമത്തെ സൂക്തമാണ് നാം മനസ്സിലാക്കിയത്. അഥവാ നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم. قال الملأ من قومه إنا لنراك في ضلال مبين. قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളാണ് മനസ്സിലാക്കിയത്. അല്ലാഹു തആല പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രം പറയുമ്പോൾ ആദ്യം നൂഹ് അലൈഹിസ്സലാമിനെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ആദം അലൈഹിസ്സലാമിനെ പറയുന്നില്ല? അതിന് കാരണം ആദം അലൈഹിസ്സലാം സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ നിയോഗിതനായ പ്രവാചകനായിരുന്നു. അന്ന് വേറെ ജനങ്ങളില്ലല്ലോ. അതേസമയം ഒരു സമൂഹത്തിലേക്ക് വന്ന പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം അവ്വലുർ റുസുലാണ്, ദൈവദൂതന്മാരിൽ ഒന്നാമത്തെ ആള്, റസൂലുകളിൽ ആദ്യത്തെ ആളാണ് എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, യാ നൂഹ് അന്ത അവ്വലുർ റുസുൽ ഇലൽ അർദ്. താങ്കൾ ഭൂമിയിൽ ആഗതനായ, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രഥമ റസൂലാണ് എന്ന് പറയുന്നു. ആദം നബിയാണ് എങ്കിൽ നൂഹ് റസൂലാണ് എന്ന് മനസ്സിലാക്കാം. ആ നിലയ്ക്ക് പ്രത്യേക ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് സമൂഹത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനായിരുന്നു നൂഹ് അലൈഹിസ്സലാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നൂഹ് അലൈഹിസ്സലാമിന്റെ പിതൃ പരമ്പര രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിൽ ചെന്ന് ചേരുന്ന പരമ്പരയാണ്. അതിങ്ങനെയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ പിതാവ് ലാമിക് എന്ന ആളാണ്. ലാമിക്, അദ്ദേഹത്തിന്റെ പിതാവ് മുസുശലഹ്, അദ്ദേഹത്തിന്റെ പിതാവ് അഹ്നൂഖ് എന്ന് പറഞ്ഞ ആളാണ് ഇദ്രീസ് അലൈഹിസ്സലാം എന്ന് പറയുന്നു. പിന്നെ യാരിദ്, മുഹൽഇൽ, ഖിൻയാൻ, അനൂഷ്, ഷീസ്, ആദം. ഷീത്ത് നബി എന്നൊരു പ്രവാചകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആദം അലൈഹിസ്സലാമാണ്. ആദമും ഇദ്രീസും ഇതില് പ്രവാചകന്മാരായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ആദമും ഇദ്രീസും പ്രവാചകന്മാരായിരുന്നു. അപ്പൊ ആദമിന്റെ മകൻ ഷീസ് പ്രവാചകനായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അവർ നബിമാരായിരുന്നെങ്കിലും മുർസലുകൾ ആയിരുന്നില്ല. ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട
പ്രവാചകന്മാരായിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം മനുഷ്യജീവിതം ആരംഭിക്കാൻ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ നിലയ്ക്ക് സാമൂഹിക ദൗത്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പൊ നൂഹ് അലൈഹിസ്സലാം സ്വന്തം സമൂഹത്താൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട, ദ്രോഹിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ നൂഹ് അലൈഹിസ്സലാം ഉലുൽ അസ്മ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട പ്രവാചകനാണ്. ആരൊക്കെയാണ് ഉലുൽ അസ്മ്? നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, റസൂലുള്ള. ഇങ്ങനെ 5 പേരാണല്ലോ ഉലുൽ അസ്മ്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല ദൃഢനിശ്ചയമുള്ള ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെയും അതിനോടൊപ്പം സഞ്ചരിച്ച പ്രവാചകന്മാർ. ആ നിലയ്ക്ക് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് ഈ 5 പ്രവാചകന്മാർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നൂഹ് അലൈഹിസ്സലാം ക്ഷമയുടെയും സ്ഥൈര്യത്തിന്റെയും എക്കാലത്തെയും മങ്ങാത്ത മാതൃകയാണ് എന്നാണ് പറയാം. കാരണം സുദീർഘമായ ഒരു കാലം പ്രവാചകനായിട്ട് നൂഹ് അലൈഹിസ്സലാം രംഗത്തുണ്ടായിരുന്നല്ലോ. നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനില് 43 സ്ഥലങ്ങളിലാണ് പറയുന്നത്. 43 തവണ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പരാമർശം വന്നിട്ടുണ്ട്. അത് വന്നിട്ടുള്ള സൂറത്തുകൾ ഒന്ന് അൽ ആറാഫ്, നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തുൽ ആറാഫ് ആണ്. പിന്നെ ഹൂദ്, അൽ മുഅ്മിനൂൻ, അശ്ശുആറാ, അൽ ഖമർ, പിന്നെ നൂഹ് എന്നു പേരുള്ള സൂറ. ഈ 6 സൂറത്തുകളിലാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നത്. അതേസമയം മൊത്തം 43 സ്ഥലങ്ങളിൽ ആ പേര് പരാമർശിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാമിന്റെ ജോലി എന്തായിരുന്നു? നൂഹ് അലൈഹിസ്സലാം മരപ്പണിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. മരപ്പണി നടത്തിയിരുന്ന ആളാണ്. 50 വയസ്സായപ്പോഴാണ് പ്രവാചകത്വം എന്നും ഇനി 40 വയസ്സിലാണ് എന്നും അഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് 40ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത് എന്നാണ്. അപ്പൊ എങ്ങനെയായാലും 950 കൊല്ലം നൂഹ് അലൈഹി ഇസ്ലാം പ്രബോധന പ്രവർത്തനം തുടർന്നിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ 60ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. അല്ല, 50ാമത്തെ വയസ്സിലാണ് എങ്കിലും അപ്പോ 1000 വർഷം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആയുഷ്കാലം എന്ന രൂപത്തിൽ മനസ്സിലാക്കാം. 950 കൊല്ലം പ്രവാചകത്വവും അതുപോലെ പ്രവാചകത്വത്തിന് മുമ്പ് 50 വർഷവും, അങ്ങനെ വരുമ്പോൾ 1000 വർഷമാണ് അവിടുന്ന് ജീവിച്ചത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ നൂഹ് അലൈഹിസ്സലാം പ്രളയത്തിന് ശേഷം 60 വർഷം ജീവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് 1000-ന് പുറമെയാണ് 60 വർഷം ജീവിച്ചതെങ്കിൽ 1060 വർഷം നൂഹ് അലൈഹിസ്സലാം ജീവിച്ചു എന്ന് പറയേണ്ടി വരും. ബൈബിളിലെ സൂചന പ്രകാരം നൂഹ് അലൈഹിസ്സലാമിന്റെ 600ാമത്തെ വയസ്സിലാണ് മഹാപ്രളയമുണ്ടായത് എന്നാണ്. അപ്പൊ പ്രളയത്തിന് ശേഷം നൂഹ് അലൈഹിസ്സലാം 400 കൊല്ലം ജീവിച്ചു എന്നായിരിക്കും അപ്പൊ ഏതായാലും 1000 വർഷമാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ ആയുസ് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. ഭൂമിയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ സകല മനുഷ്യ കുലവും സകല വംശങ്ങളും ഗോത്രങ്ങളും എല്ലാം നൂഹ് അലൈഹിസ്സലാമിൽ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 4 മക്കളാണ് നൂഹ് അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നത്. അതിൽ ഒരാള് പ്രളയത്തിൽ മുങ്ങി മരിച്ചു പോകുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ അത് സംബന്ധമായ വിശദമായ പരാമർശമുണ്ട്. അവശേഷിക്കുന്ന 3 പേര്, ഒരാളുടെ പേര് സാം എന്നാണ്, മറ്റേയാള് ഹാം, മൂന്നാമത്തെ ആള് യാഫിസ്. അപ്പൊ മരിച്ചുപോയ ആളാരാണ്? അയാളുടെ പേര് കൻആൻ എന്നായിരുന്നു എന്ന് പറയുന്നു. കനാൻ ദേശം ബൈബിളിന്റെ ചരിത്ര പരാമർശങ്ങളിൽ വരുന്നൊരു പ്രദേശമാണ്. അത് ഈ മകനുമായി ബന്ധപ്പെട്ട പേരാകുവാൻ സാധ്യതയുണ്ട്. അതേപോലെ ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം സുഹരിയെ പോലുള്ളവർ പറയുന്നത് അറബികൾ, പേർഷ്യക്കാര്, റോമക്കാര്, ഷാമുകാര്, യമൻകാർ എന്നിവരൊക്കെ സാം എന്ന പുത്രന്റെ മക്കളാണ്. സിന്ധികൾ, ഇന്ത്യക്കാർ, നീഗ്രോകൾ, അബസീനിയക്കാർ, നമ്മളൊക്കെ
അതുപോലെ കറുത്ത വർഗക്കാര് ഹാമിന്റെ മക്കളാണ്. തുർക്കികൾ, ചൈനക്കപ്പുറമുള്ള ബാർബേറിയന്മാർ തുടങ്ങിയ വംശങ്ങൾ യാഫീസിന്റെ മക്കളാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എന്ന് കാണാം. അപ്പൊ ലോകത്ത് തന്നെ മനുഷ്യവംശം പിന്നീട് വികാസം പ്രാപിക്കുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മക്കളിലൂടെയാണ് എന്നാണ് പഠനം. അതൊക്കെ സർ ചില കാഴ്ചപ്പാടുകളാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമാകുമ്പോൾ വിഗ്രഹാരാധന ഒരു മതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയ മഹാന്മാരെ സ്മരിക്കാനും അവരിൽ നിന്ന് പ്രചോദനം കൊള്ളാനും വേണ്ടിയിട്ട് എന്ന നിലയ്ക്ക് അവര് ഖബറുകളിന്മേൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു തുടങ്ങി. പിന്നീട് ഈ പ്രതിമകളിൽ ദൈവികമായ ചൈതന്യമുണ്ട് എന്ന് അവർ കരുതി, ദിവ്യത്വപരമായ ശക്തിയുണ്ട് എന്നവർ കരുതി. അങ്ങനെ അതിനെ പൂജിക്കാൻ തുടങ്ങി. ഇപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ പേരുകൾ എവിടെയുള്ളത്? സൂറത്ത് നൂഹിലാണ് പറയുന്നത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ, ഇങ്ങനെ 5 ബിംബങ്ങളുടെ പേരുകൾ. ഇവര് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു. പക്ഷേ പിന്നീട് അവർ മരിച്ചു പോയപ്പോ ആ മഹാന്മാരെ ഓർക്കാൻ വേണ്ടി ഖബറിടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ അവര് അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി, അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ പൂജാ വഴിപാടുകൾ നടത്താൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് അവർ വ്യതിചലിച്ചു പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ എങ്ങനെയാണ്? നൂറ്റാണ്ടുകൾ നൂഹ് അലൈഹി ഇസ്ലാം അവർക്കിടയിൽ പ്രബോധന പ്രവർത്തനം നടത്തി. പക്ഷെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഇസ്ലാം സ്വീകരിച്ചു. വിരലിൽ എണ്ണാവുന്ന എന്ന് പറയുമ്പോൾ ആകെ 10 വിരലാണല്ലോ. ആ വിരൽ കൊണ്ട് എണ്ണാവുന്ന 10ൽ താഴെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ചുരുങ്ങിയ സംഖ്യ എന്ന നിലക്കാണ് പറയാ. അത് 40 പേരായിരുന്നു, 80 പേരായിരുന്നു, 100 പേരായിരുന്നു എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും വളരെ കുറച്ചു പേരെ വിശ്വസിച്ചുള്ളൂ എന്ന് ഖുർആനിലെ 11ാമത്തെ സൂറയിലെ 40ാമത്തെ സൂക്തത്തിൽ പരാമർശിക്കുന്നതായിട്ട് കാണാം. നൂഹ് അലൈഹിസ്സലാം സമൂഹത്തിന്റെ ഈ അവസ്ഥയില് അങ്ങേയറ്റം നിരാശനായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നൂഹ് അലൈഹിസ്സലാം സമർപ്പിക്കുന്നുണ്ട്. സൂറത്ത് നൂഹിൽ നമുക്കത് കാണാൻ സാധിക്കും. അതിലൊരു പ്രാർത്ഥന എന്താണ്? തന്നെയും തന്റെ മാതാപിതാക്കളെയും വിശ്വാസികളായിട്ട് തന്റെ വീട്ടിൽ പ്രവേശിച്ച സ്ത്രീ പുരുഷന്മാരെയും പാപങ്ങളിൽ നിന്ന് മുക്തരാക്കി ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഒന്ന്. സൂറത്ത് നൂഹിലെ അവസാന ഭാഗത്ത് ആ പ്രാർത്ഥന കാണും. അതേപോലെ സത്യത്തെയും ധർമ്മത്തെയും മനഃപൂർവം ധിക്കരിച്ച് അങ്ങനെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത്, അവരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയണം എന്ന നിലയ്ക്ക് പ്രാർത്ഥിച്ചു. എന്താ കാരണം? അവരിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകുമ്പോൾ അവർ പിന്നെയും വഴിതെറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അതിനാൽ കൊടിയ സത്യനിഷേധികൾ ആയിട്ടുള്ള ആളുകളാണ് പിന്നെയും അവരിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് ഈ സമൂഹത്തെ നിലവിലുള്ളവരെ ഇല്ലാതെയാക്കണമേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ ശേഷമാണ് നൂഹ് നബിയോട് കപ്പൽ നിർമ്മിക്കാൻ പറയുന്നത്. നൂഹ് നബി കപ്പൽ നിർമ്മിച്ചു. അത് മലമുകളിലായിരുന്നു. മരുഭൂമിയിൽ മലമുകളിൽ കപ്പൽ ഉണ്ടാക്കിയാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അവര് നൂഹ് അലൈഹി ഇസ്ലാമിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കപ്പൽ പണി അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശത്തിൽ മേൽനോട്ടത്തിൽ പൂർത്തിയായി. അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഒഴികെ അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റു വിശ്വാസികളും അതുപോലെ ജീവജാലങ്ങളിലെ ജോഡികളെയും ഇണകളെയും ഒക്കെ കയറ്റിക്കൊണ്ട് ആ കപ്പൽ പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിശ്വാസിനിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ ഇതിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി ഇസ്ലാം പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്.
അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാമും വിശ്വാസികളും കപ്പലിൽ കയറി. കപ്പല് മുന്നോട്ട് പോവാണ്. ആ സമയത്ത് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചീറ്റി വന്നുകൊണ്ടിരുന്നു. അതുപോലെ ആകാശത്ത് നിന്ന് കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു. നാടാകെ വെള്ളത്തിൽ മുങ്ങി. മനുഷ്യരും ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നു. നൂഹ് നബിയുടെ ഭാര്യയും മകനും അക്കൂട്ടത്തിൽപ്പെട്ടു. മകനെ നൂഹ് അലൈഹി ഇസ്ലാം കപ്പലിലേക്ക് വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഒരു വിധത്തിലും കയറാൻ സന്നദ്ധനാകുന്നില്ല. ഞാൻ ഏതെങ്കിലും മലമുകളിൽ പോയി രക്ഷപ്പെട്ടു കൊള്ളാം എന്നായിരുന്നു അയാളുടെ മറുപടി. ഇയാള് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ നേർപുത്രനാണോ അതോ ഭാര്യയ്ക്ക് നേരത്തെ ഉള്ള പുത്രനാണോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും കപ്പൽ സഞ്ചരിച്ചു. നൂഹ് അലൈഹി ഇസ്ലാമിനെയും തന്റെ വിശ്വാസികളെയും കൊണ്ട് സഞ്ചരിച്ച് തുർക്കിക്ക് തെക്കുള്ള അർമീനിയൻ പർവ്വത നിരകളിലെ ദിയാർ ബക്കർ ഭാഗത്തുള്ള ജൂതി പർവ്വതത്തിന്റെ മുകളില് ആണ് അത് ചെന്നെത്തിയത് എന്നാണ്. അപ്പൊ ജൂതി പർവ്വതം അറാറത്ത് പർവ്വതം എന്നും പറയപ്പെടുന്നുണ്ട്. അറാറത്ത് പർവ്വതം ബൈബിളിൽ അങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള പരാമർശം. അപ്പൊ ജൂതി പർവ്വതം എന്ന് പൊതുവെ പറയപ്പെടും. അപ്പൊ അങ്ങനെ അവിടെ ചെന്നണയുമ്പോഴാണ് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തോട് പറയുന്നുണ്ട്, മഴ അവസാനിപ്പിക്കൂ. ഭൂമിയോട് പറയാണ്, ഭൂമിയിലെ വെള്ളം മുഴുവനും വലിച്ചെടുക്കൂ എന്ന് പറയുന്നുണ്ട്. വെള്ളം വിഴുങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി പഴയ പ്രദേശമായിട്ട്, കരപ്രദേശമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ഭൂമിയിൽ മനുഷ്യ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കപ്പലിലുള്ളവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഈ പ്രളയം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നോ? അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഒരു മഹാപ്രളയം ലോകത്ത് സംഭവിച്ചതായിട്ട് പറയുന്നു. അത് ഇന്ത്യയിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംഭവിച്ച പ്രളയമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രളയം തന്നെ ആകാം ഇത്, അതല്ലെങ്കിൽ മറ്റൊരു പ്രളയവും ആകാവുന്നതാണ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാം. ഏതായാലും ആ കപ്പലിനെ കുറിച്ചൊക്കെ ഖുർആനിലെ സൂറ അൽ ഖമറിൽ പറയുന്നുണ്ടല്ലോ, ദാത്ത് അൽവാഹിം വ ദുസുർ, പലകകളും ആണികളുമുള്ള കപ്പലായിരുന്നു അത്. അത് നിറയെ ആളുകളെ കയറ്റിയ മഷ്ഹൂൻ ആയിട്ടുള്ള നിറയെ മനുഷ്യരും ജീവജാലങ്ങളൊക്കെയുള്ള കപ്പലായിരുന്നു എന്ന് പറയുന്നു. ബൈബിളിൽ ഇത് സംബന്ധമായിട്ട് പരാമർശമുണ്ട്. നീ ഗോൾഫാർ മരം കൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കുക. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നീ ഗോൾഫാർ മരം കൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. കീൽ എന്ന് പറഞ്ഞാൽ ടാറ് മാതിരിയുള്ള നല്ല പശിമയുള്ള ഒരു വസ്തുവാണ്. അത് തേക്കുമ്പോൾ വെള്ളം അകത്തേക്ക് വരാതിരിക്കാൻ, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പെട്ടകം നിർമ്മിക്കേണ്ടത് ഈ വിധമാണ്. അതിന് 300 മുഴം നീളവും 60 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ആ പെട്ടകത്തിന് വശങ്ങളിൽ നിന്ന് ഒരു മുഴം തള്ളി ഉയരത്തിൽ ഒരു മേൽപ്പുര പണിയണം. വാതിൽ പെട്ടകത്തിന്റെ ഒരു വശത്തായിരിക്കണം. പെട്ടകത്തിന് ഒരു കീഴ്ത്തട്ടും 2-ാം തട്ടും മേൽത്തട്ടും വേണം. ഭൂമിയിൽ 40 ദിവസം പ്രളയമായിരുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അന്ന് 150 ദിവസത്തേക്ക് അത് തുടർന്നു എന്നും ബൈബിൾ പരാമർശങ്ങളിൽ വരുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, 54 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമി വരണ്ടത്, ഭൂമി ഉണങ്ങിക്കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ആ കപ്പൽ നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ തഫ്സീറുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇനി പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന പേരിൽ IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വിശദമായ പഠനമുണ്ട്. അപ്പൊ ഇങ്ങനെ പല നിലക്കും നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതില് 59-ാമത്തെ സൂക്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് അലൈഹി ഇസ്ലാമിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു. അള്ളാഹു പറയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാര് തള്ളി പറയാണല്ലോ, ഇതെങ്ങനെയാണ് മനുഷ്യൻ പ്രവാചകനാവുക? അപ്പൊ മുമ്പും മനുഷ്യരായ പ്രവാചകന്മാരാണ് വന്നത്, അള്ളാഹു ആണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് എന്നാണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം.
ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക് തന്നെയാണ് നൂഹ് അലൈഹിസ്സലാം വന്നത്. നൂഹ് അലൈഹിസ്സലാം സമൂഹത്തോട് എന്താ പറഞ്ഞത്? ഒന്നാമത്തേത് യാ ഖൗമി, എന്റെ സമൂഹമേ എന്ന് വിളിച്ചു. രണ്ടാമത്തേത് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ എന്ന അടിസ്ഥാനപരമായ സന്ദേശം നൽകി. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവസങ്കല്പവും നിങ്ങൾക്കില്ല എന്നവരെ ബോധ്യപ്പെടുത്തി. തുടർന്ന് ഇന്നി അഖാഫു അലൈക്കും, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു, അദാബ യൗമിൻ അളീം, ഗുരുതരമായ ഒരു ദിനത്തിലെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു എന്ന് താക്കീത് ചെയ്തു. അപ്പോൾ ഈ ആയത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ഒന്ന്, ഏകദൈവത്വം, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. രണ്ടാമത്തേത് പ്രവാചകത്വം, ലഖദ് അർസൽനാ നൂഹൻ, നൂഹ് നബിയെ നാം അയച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകത്വം, റിസാലത്ത് എന്ന കാര്യം അതിൽ വരുന്നു. മൂന്നാമത്തേത് ഒരു ഗുരുതരമായ ദിനത്തിലെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖിയാമത്താണ്, പരലോകമാണ്, ആഖിറത്താണ്. അപ്പൊ തൗഹീദ്, റിസാല, ആഖിറ, ഈ മൂന്ന് വിഷയങ്ങളും ഒറ്റ ആയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശമായിട്ട്. പക്ഷെ നൂഹ് അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒറ്റ ഒരായത്ത് ഓതിക്കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. തന്റെ 950 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തില് നൂഹ് അലൈഹിസ്സലാം മുഖ്യമായിട്ട് അവതരിപ്പിച്ച 3 പ്രമേയങ്ങൾ അല്ലാഹു തആല ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കാം. നൂഹ് അലൈഹിസ്സലാം പ്രവാചകനായിട്ട് രംഗത്ത് വന്ന് വിഷയം അവതരിപ്പിച്ചല്ലോ. അവരുടെ പ്രതികരണം എന്താണ്? അതാണ് 60-ാമത്തെ ആയത്ത്. ഖാലൽ മലഉ മിൻ ഖൗമിഹി, ഖാല പറഞ്ഞു, അൽ മലഉ, മലഅ് എന്ന് പറഞ്ഞാൽ പ്രമാണിമാര് എന്നാണ് പൊതുവെ പറയാം. മലഅ എന്ന വാക്കിന് എന്താ അർത്ഥം? അറബിയില് നിറച്ചു എന്നാണ് അർത്ഥം. അപ്പൊ പാത്രത്തിൽ വെള്ളം നിറക്കുകയാണ്, അങ്ങനെ അത് നിറഞ്ഞു വന്നാൽ മലഅ, അല്ലെ? മലഅതു, ഞാൻ നിറച്ചു, അൽ മാഅ, വെള്ളം നിറച്ചു എന്ന് നമുക്ക് പറയാം. മിൽഅ് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? നമ്മള് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുമല്ലോ. അതിനുശേഷം ചൊല്ലുന്നൊരു അള്ളാഹുവെ ദിക്ർ ചെയ്യുന്നൊരു ദിക്റുണ്ടല്ലോ, റബ്ബന ലക്കൽ ഹംദു മിൽഅ സമാവാതി വ മിൽഅൽ അർളി വ മിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. 3 തവണ ഉണ്ടല്ലേ മിൽഅ. മിൽഅ എന്ന് പറഞ്ഞാൽ നിറയെ എന്നാണ്. മിൽഅ സമാവാത്, ആകാശങ്ങൾ നിറയെ, വ മിൽഅൽ അർള്, ഭൂമി നിറയെ, വ മിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, നീ ഉദ്ദേശിക്കുന്ന സകല വസ്തുക്കളും നിറയെ, നിനക്കാണ് അല്ലാഹുവേ സ്തുതി എന്നാണ് പറയുന്നത്. അപ്പൊ അതേ മിൽഇൽ നിന്നാണ് മല ഉണ്ടായത്. അപ്പൊ മല നിറഞ്ഞു നിൽക്കുന്ന എന്നാണ് അർത്ഥം. മല പ്രമാണിമാരെങ്ങനെയാണ് നിറഞ്ഞു നിൽക്കാം? അങ്ങനെയാണ്, അവരെവിടെ ചെന്നാലും അല്ലെ നിറഞ്ഞു നിൽക്കും. കല്യാണ വീട്ടിലേക്ക് വന്നാൽ അവരെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അവരുടെ ഡ്രസ്സും അവർ വന്ന കാറും അവരുടെ ഹാവഭാവങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടും, അല്ലെ? സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവും ആളുകൾ, നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്, എല്ലാവരുടെ ശ്രദ്ധ അവരിലാണ്. സെലിബ്രിറ്റികൾ പുതിയ കാലത്ത് അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് സമൂഹ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് തകരാറുണ്ടാകുമോ? ഉണ്ടാവില്ല. പക്ഷെ അവര് ചിലപ്പോ ഉണ്ടല്ലോ തനി പ്രമാണിത്വം കാണിക്കുന്ന ആളുകളായിട്ട് മാറും. നീ ആരാ ഞങ്ങളെ ഉപദേശിക്കാൻ? ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ? ഭരണകൂടമാണെങ്കിൽ അധികാരമുള്ളവരാണ്, അപ്പൊ അവരെ തിരുത്താൻ പറ്റില്ല. അവര് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അതിനെതിരില് ജനാധിപത്യ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരതിനെ അടിച്ചമർത്താനൊക്കെ ശ്രമിച്ചു കളയും. അങ്ങനെയാണ്. അപ്പോ അങ്ങനെയൊക്കെ ആയി മാറുന്ന ഒരുതരം ഫ്യൂഡൽ മനസ്ഥിതി കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് ഇവിടെ അൽ മല എന്ന് പറഞ്ഞത്. മല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അൽ മല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഖാലൽ മലഉ, അൽ മല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള അഹങ്കാരികളും താന്തോന്നികളുമായിട്ട് മാറിയ
പ്രമാണിമാരായ ആളുകളെ കുറിച്ചാണ്. കാലൽ മലഉ, പ്രമാണിമാര് പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ നൂഹ് അലൈഹിസ്ലാമിന്റെ ജനതയിൽപ്പെട്ട പ്രമാണിമാര് പറയാണ്, ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, ഇന്ന നിശ്ചയം ഞങ്ങൾ, ല തീർച്ചയായും, നറ ഞങ്ങൾ കാണുന്നുണ്ട്, ക നിന്നെ ഞങ്ങൾ കാണുന്നു. എങ്ങനെ കാണുന്നത്? ലനറാക ഫീ ളലാൽ, നീ വഴികേടിലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. വഴികേടിൽ അകപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. മുബീൻ, വ്യക്തമായ വഴികേടിലാണ് നീ. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ ഉള്ളവരാണ്. ഞങ്ങൾ അത്ര വിവരമുള്ള ആൾക്കാരെ ഈ ദുനിയാവിലില്ല, അല്ലെ? ഞങ്ങൾ അതുകൊണ്ടാണ് സമ്പന്നരായത്, അതുകൊണ്ടാണ് പ്രമാണിമാരായത്, അതുകൊണ്ടാണ് ഭരണാധികാരികളൊക്കെ ആയത്. അതുകൊണ്ട് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം, നിന്നെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നീ വ്യക്തമായ വഴികേടിലാണ്. ഇങ്ങനെയൊക്കെ പറയും ആളുകള്. അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം എങ്ങനെയാണ്, അയാളുടെ അറിവ് എന്താണ് എന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഇങ്ങനെ അല്പന്മാരായിക്കൊണ്ട് മനുഷ്യന്മാർ പ്രതികരിക്കും. അപ്പൊ ഇതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ പ്രതികരണം. നിന്റെ പോക്കത്ര ശരിയല്ലല്ലോ, നീ വഴികേടിലാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നാല നറാക ഫീ ളലാലിൻ മുബീൻ. ആരാ ഞങ്ങള്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രമാണിമാരായ നാട് ഭരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയതിനപ്പുറം വലിയ അറിവൊന്നും നിനക്കില്ല എന്നാ പറഞ്ഞത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മറുപടിയാണ് അടുത്ത ആയത്ത് 61. കാല, നൂഹ് അലൈഹി ഇസ്ലാം പറയാണ്, യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ, ലൈസ ബി ളലാല, ലൈസ ഇല്ലല്ലോ, ബി എനിക്ക്, ളലാല ഒരു മാർഗഭ്രംശവും ഒരു വഴികേടും എനിക്കില്ലല്ലോ. വലാകിന്നി എന്നാൽ ഞാൻ ഉണ്ടല്ലോ, റസൂലുൻ ദൈവദൂതനാണ്, മിർ റബ്ബിൽ ആലമീൻ സർവലോകനാഥനിൽ നിന്നുള്ള ദൂതനാകുന്നു ഞാൻ എന്ന് നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? യാ ഖൗമി, എന്റെ സമൂഹമേ. അതൊരു പ്രത്യേക വിളിയാണ്, നേരത്തെ വന്നല്ലോ. അപ്പൊ അവിടെ എന്റെ സമൂഹമേ എന്ന് വിളിക്കാണ്. അപ്പൊ നമ്മൾ പൊതുവെ സമൂഹത്തെ പലതായിട്ട് വേർതിരിച്ച്, അല്ലെ, അവരുടെ ഓരോ ആൾക്കും പ്രത്യേക ലേബലൊക്കെ നൽകിയിട്ടാണ് വിളിക്കുക. പക്ഷെ നൂഹ് അലൈഹി ഇസ്ലാം വിളിക്കുമ്പോൾ എന്റെ സമൂഹമേ എന്ന് വിളിച്ചു. ഇവരെല്ലാരും മുസ്ലിങ്ങളാണോ? അല്ല. പിന്നെ എന്താ ഇങ്ങനെ വിളിച്ചത്? എന്റെ നാട്ടിലെ എന്റെ സമൂഹമേ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പം ജീവിച്ച, എന്നോടൊപ്പം കളിച്ചു നടന്ന, എന്നോടൊപ്പം പല തൊഴിലിലും ഏർപ്പെട്ട എൻ്റെ വീട്ടുകാര്, എൻ്റെ കുടുംബക്കാര്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ രാജ്യനിവാസികൾ, ഇങ്ങനെയുള്ളവരെയാണ് യാ ഖൗമി എന്ന് വിളിച്ചിരിക്കുന്നത്. അത് പ്രബോധന പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു സമൂഹം ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവരെ വിളിച്ചു കളയരുത് എന്നാണ്. അവർക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കണം. അവർ കൂടി അംഗീകരിക്കുന്ന, അവർക്ക് മാന്യത തോന്നുന്ന വാക്കുകൾ പ്രയോഗിക്കുക എന്നത് നല്ലൊരു ശൈലിയാണ്. ഇപ്പൊ ഖുർആൻ തന്നെ നമുക്ക് കാണാം. ഖുർആൻ വളരെ അപൂർവമായിട്ടാണ് യാ അയ്യുഹൽ കാഫിറൂൻ എന്നൊരു വിളി, അല്ലെ? അത് അവരുടെ നിലപാടാണ്. അതിനെ തന്നെയാണ് വിളിച്ചത്, സത്യനിഷേധികളായവരെ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വിളി കാണാം. പിന്നെ അവർ മുശ്രിക്കായപ്പോ മുശ്രിക് എന്നുള്ള പരാമർശവും ഖുർആനിൽ വന്നു. പക്ഷെ അങ്ങനെ വിളിക്കുന്നില്ല. യാ അയ്യുഹൽ മുശ്രിക്കൂൻ എന്നൊരു വിളി ഖുർആനിൽ നമ്മൾ കാണുന്നില്ല. ആനപ്പടയുമായി വന്നവരുണ്ടല്ലോ, കഅബ തകർക്കാൻ വന്ന ആളുകൾ, ആനപ്പട, അബ്രഹത്തും കൂട്ടരും, അവരെന്താണ് ഖുർആൻ വിളിച്ചത്? അസ്ഹാബുൽ ഫീൽ, ആനക്കാര് എന്നാ വിളിച്ചത്, അല്ലേ? അല്ലാതെ അക്രമികളായ, ഭീകരന്മാരായ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച, ഇങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ അവരെ ആനക്കാര് എന്ന് മാത്രം വിളിച്ചു. അപ്പൊ വിളിയിൽ ചിലതുണ്ട്, ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യത അതിലുണ്ട് എന്ന് മനസ്സിലാവുന്നു.
അതിൽ നിന്നാണ് യാ ഖൗമി, എന്റെ സമൂഹമേ, എന്റെ നാട്ടുകാരെ, എന്റെ രാജ്യക്കാരെ, എന്നോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ നാട്ടിലെ സഹജീവികളെ എന്നൊക്കെയുള്ള ആശയമാണ് യാ ഖൗമി എന്ന് വിളിക്കുമ്പോൾ. ലൈസ ബി ളലാല, നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ഒരു വഴികേടുമില്ല. ആദ്യം അങ്ങനെയുള്ള ആളുകൾ പറയാം, എന്താണ് നീ വഴികേടിലാണ് എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്, കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ എന്നൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങും. ആ അതെ, അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമാണ്, ഇങ്ങനെ പറയും. അപ്പൊ കാര്യത്തെ, ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയം പറയുമ്പോൾ അതിനെ നിസ്സാരമാക്കി തള്ളിക്കളയാൻ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്, അയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയലാണ്. ഇസ്ലാമിനെ അന്വേഷിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ ആണല്ലോ ആദ്യം പറയാം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ഇയാൾ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, ഇങ്ങനെ പറയും. നമ്മളെ പോലെയൊക്കെ ജീവിച്ചാൽ പോലെ, എന്തിനാണ് ഇയാൾ ഈ പണിക്ക് നിന്നത്, എന്തോ കുഴപ്പമുണ്ട്. ഈ ശൈലിയിലാണ് അവര് നൂഹ് അലൈഹി ഇസ്ലാമിനെ ലനറാക ഫീ ളലാലിൻ മുബീൻ എന്ന് പറഞ്ഞത്. അപ്പൊ നൂഹ് നബിയുടെ മറുപടിയാണ് ലൈസ ബി ളലാല, എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല. വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, മറിച്ച് ഞാൻ റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ നിന്നുള്ള ദൈവദൂതനാകുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം ഒട്ടും പ്രകോപിതനല്ല, ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് ഞാൻ ഇത്ര കാലമായി നിങ്ങളോട് ഇത് പറയുന്നു, നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടുകൂടെ കേട്ടുകൂടെ എന്ന് പറഞ്ഞില്ല. മറിച്ച് തന്റെ പക്ഷം ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെ? താങ്കൾ വഴികേടിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വഴികേടിലല്ല എന്ന് മാത്രം പറയുന്നു. അവര് ഇസ്ലാം വഴികേടാണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാം ആ നിലക്കുള്ള മറുപടിയിലേക്ക് പോയിട്ടില്ല. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ, അതുകൂടി നൂഹ് അലൈഹി ഇസ്ലാം 62-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഉബല്ലിഗുക്കും, ബല്ലഗ എത്തിച്ചു, ബല്ലഗ യുബല്ലിഗു എത്തിച്ചു തന്നു എന്നാണ് അർത്ഥം. ഉബല്ലിഗു ഞാൻ എത്തിച്ചു തരുന്നു, കും നിങ്ങൾക്ക്, റിസാലാത്ത്, റിസാല സന്ദേശം, കത്തിന് റിസാല എന്ന് പറയും. റിസാലാത്ത് സന്ദേശങ്ങൾ എത്തിച്ചു തരുന്നു, റബ്ബി എന്റെ റബ്ബിൽ നിന്ന്, റിസാലാത്തി റബ്ബി എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ആളാണ് ഞാൻ. വ അൻസഹു ലക്കും, നസഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നർത്ഥം പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഗുണകാംക്ഷാപൂർവം പെരുമാറി എന്നാണ്. അൻസഹു ഞാൻ ഗുണകാംക്ഷയുള്ളവനാണ്, ലക്കും നിങ്ങളോട് അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി നിലകൊള്ളുന്ന, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഞാൻ. രണ്ടാമത് പറഞ്ഞതാണ്. മൂന്നാമത് പറയാണ് വ അഅലമു ഞാൻ അറിയുന്നു, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്തത് അറിയുന്നവനാണ് ഞാൻ. അതെങ്ങനെ അറിയാം? വഹയിലൂടെ അറിയാം. അള്ളാഹു പ്രവാചകന്മാർക്ക് സന്ദേശം നൽകുന്ന സവിശേഷ വഴികളുണ്ടല്ലോ, ആ വഴികളിലൂടെ അറിയുന്നു. അപ്പൊ 3 കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ വഴികേടിലൊന്നുമല്ല, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. 3 സംഗതിയാണ് എൻ്റെ ഡ്യൂട്ടി. ഒന്ന്, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പൊ ആ സന്ദേശം നിങ്ങൾക്ക് ദോഷമുള്ളതായിരിക്കോ? അല്ല. വ അൻസഹു ലക്കും ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്. അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ് എന്ന് പറയില്ലേ. നന്മ മാത്രമേ ഉദ്ദേശമുള്ളൂ. ആരെങ്കിലും മോശമാക്കലോ തള്ളിപ്പറയലോ അല്ലെങ്കിൽ സമൂഹത്തിൽ അവമതിക്കലോ ഒന്നുമല്ല, മറിച്ച് നന്മ മാത്രം. കാരണം എന്താണെന്നറിയാം? അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്ത ചിലത് ഞാൻ അള്ളാഹുവിൽ നിന്ന് അറിയുന്നു. അതാണ് എൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനാൽ നിങ്ങൾ അത് തിരിച്ചറിയണം. നൂഹ് അലൈഹിസ്സലാം വളരെ ശാന്തനായിട്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക്, മറ്റ് സൂക്തങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങൾ കിട്ടും. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു വായിക്കുക. തഫ്സീറുകൾ ഉപയോഗപ്പെടുത്തി പ്രവാചകന്മാരുടെ ചരിത്രം കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കണം.
അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രവാചകന്മാരുടെ പാത പിൻപറ്റി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ പ്രബോധന ശൈലി ഗുണകാംക്ഷാപൂർവമായിരുന്നു എന്ന് ഞങ്ങളിവിടെ മനസ്സിലാക്കാൻ, വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ, സാമൂഹിക ഇടപെടലുകൾ നടത്തുമ്പോൾ അവിടെയൊക്കെയും ഗുണകാംക്ഷയോടെ നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഈ കാലഘട്ടത്തിലെ പ്രബോധകന്മാരാകേണ്ട ഞങ്ങൾക്ക് അതിനുള്ള അറിവും കഴിവും സന്നദ്ധതയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.